ഏവർക്കും നമസ്കാരം. നമ്മുടെ എക്സ്ട്രാ ഡീസന്റ് ടീം മെമ്പേഴ്സ് ഇവിടെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ഡീസന്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഡീസന്റ് ആയതുകൊണ്ടാണോ അതോ ഡീസന്റ് ആണെന്ന് തോന്നിപ്പിക്കാനാണോ ഇങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്? രണ്ടാമത്തെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എക്സ്ട്രാ ഡീസന്റ് ടീമിന്റെ ഇവര് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ ടീം നല്ലൊരു കൈയടി കൊടുത്താലോ? എല്ലാവരും കൈ നിറച്ച് നല്ലൊരു കൈയടി കൊടുത്തേ, നല്ല സന്തോഷത്തോടുകൂടി നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പൊ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായിട്ട് ഈ ഡിസംബർ 20-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് നമ്മുടെ സ്വന്തം എക്സ്ട്രാ ഡീസന്റ് മൂവി. അപ്പൊ താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാവരും ഒന്ന് സീറ്റിലേക്ക്. On stage. ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കുക എന്നുള്ളത് സുരാജേട്ടൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക. ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ള സിനിമ. അപ്പം ED എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമയ്ക്കൊക്കെ മുതിർന്നത്. എനിവേ വളരെയധികം സന്തോഷം. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രൊമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത്. സോ വളരെയധികം സന്തോഷം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ എല്ലാവരും കൂടെ ഇതിൻ്റെ വിവിധതരം ഇൻ്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളിലെല്ലാം പോയി അവിടെ എവിടെയൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കുകയും ഞങ്ങളിങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസിൻ്റെയും വിലാസിനി സിനിമാസിൻ്റെയും ഒരു തോന്നൽ. അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിനിമ ARM എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറി, ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയായി മാറുമെന്നുള്ള ഒരു ബോധ്യം, പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട്. ഇനി എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ട്. ഈ രാവിലെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. താങ്ക് യു ശ്രീ സ്റ്റീഫൻ. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ARM എന്ന സുരാജേട്ട നല്ല ഡീസന്റ് ആയിട്ട് എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുണ്ടല്ലോ. അതെ, ഡീസന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കണില്ല. അപ്പോൾ നമ്മളെല്ലാവരും കോട്ട് വിട്ടുകൊണ്ടിരുന്ന് പോരാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം, നന്ദി. രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞ പോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിനി സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം. അത് ശരിക്കും ആമിർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പറയേണ്ടതാണെന്ന് തോന്നി. ഇപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ? ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ? ഇത് സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ സൈക്കോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പിന്നെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഹൈ അല്ല, ചിലപ്പോൾ ലോ രൂപം എന്ന് പറയുന്ന വലിയ ഒരു വൃത്തികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയെ ചിലപ്പോൾ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം, തോന്നിപ്പിക്കാം. എന്തായാലും ഈ സിനിമയിലെ പ്രൊഡ്യൂസറാണ്, അതുപോലെ നായകനാണ്. ഏത് റോളാണ് എളുപ്പം? എനിക്ക് എളുപ്പം ആക്ടിങ് തന്നെയാണ്. മറ്റത് ഞാൻ നോക്കേണ്ടി വന്നില്ല. ഞാൻ പയ്യനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സുരാജേട്ടന്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സൈക്കോ ബിനു, അത് എന്താണ്? അയ്യോ സോറി, സൈക്കോ എന്ന് തോന്നിപ്പിക്കുന്ന ബിനു. എന്താണ് ബിനുവിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു
ജീവിത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ആളുടെ മാനസിക മാറുന്ന സമയത്ത് സൈക്കോ ആണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ സോഡ കുപ്പി കണ്ണടയൊക്കെ വെച്ച് അതെ, ഗെറ്റപ്പ് എല്ലാം പുതിയ ഗെറ്റപ്പാണ്. പിന്നെന്താ, ഒരു 2 അപ്പിയറൻസ് ഉണ്ട്, നിങ്ങൾ അതിൽ കണ്ടുപോലെ തന്നെയാണ്. പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട്, ഒരു 6 പാട്ടുണ്ട്. 2 ബിഗ് സോങ് ആണ്, 4 എണ്ണം മുഴുനീളമായിട്ടുണ്ട്. ഭയങ്കര രസമുള്ളതാണ്. അങ്കിത് മോനോൻ തകർത്തിട്ടുണ്ട്. താങ്ക് യു അങ്കിത്. താങ്ക് യു. വേറെന്താ, ഇതിന്റെ കഥ കൂടുതൽ പറയാൻ പറ്റില്ല. ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറഞ്ഞ പോലെ ഉള്ള ഒരു കഥയാണ്. അത് സിറ്റുവേഷൻ വൈസ് ഉള്ള ഹ്യൂമറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അവസാനം നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പൊ ഈ ക്രിസ്മസ് നമ്മുടെ ബിനുവും ഫാമിലിയും കൊണ്ടുപോകും തന്നെ വിശ്വസിക്കാം അല്ലെ? തീർച്ചയായിട്ടും. ഈ എക്സ്ട്രാ ഡീസന്റുകൾ അല്ല, അത് നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരോടും പറയുക. അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. അപ്പോൾ താങ്ക് യു. താങ്ക് യു വെരി മച്ച് സുരാജേട്ടാ. നല്ലൊരു വീഡിയോ എടുക്കാം. ഗ്രേസിന് എനിക്കൊന്നും ഈ നേരത്തെ പറഞ്ഞിരുന്നു സൈക്കോ ഒന്നും പറയരുതെന്ന്, എങ്കിലും അതുപോലത്തെ ക്യാരക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച് അത്യാവശ്യം നല്ലൊരു പരിചയം തോന്നുന്നു അല്ലെ? നമ്മുടെ ആസ്ഥാന സൈക്കോ ആയ ഷമ്മിയിൽ നിന്ന് തുടങ്ങി അല്ലെ? എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച്? എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അതിലേക്ക് കൊണ്ടിടുന്ന ഒരു ശീലമായി തോന്നുന്നു ഇപ്പം. ഇല്ല, അങ്ങനെയല്ല. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഐ മീൻ എല്ലാവരുടെയും അതെ, പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഷമ്മിയെ കാണുന്ന പോലെയൊന്നുമല്ല. സുരാജേട്ടൻ്റെ കൂടെ ഞാനിത് 2ാമത്തെ പടമാണ്. നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ലിസ്ജേൻ്റെ കൂടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോപോലെ കല്യാണത്തിന് പോലും ഇത്രയും മനോഹരമായിട്ട് ഇരുന്നിട്ടില്ല. അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികേട് ഒന്നുമല്ല. ഇത് ലിസിൻചേട്ടന്റെ ഐഡിയ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ വാങ്ങിയായിരുന്നോ? ഞാൻ വാങ്ങിയായിരുന്നു, ചോദിച്ചു മേടിച്ചായിരുന്നു. അതെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കണക്കൊന്നും തീർത്തില്ലല്ലോ. 20-ാം തീയതി കഴിയട്ടെ സുരേട്ട. അതാ ഞാൻ പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. ഇടണമെന്ന് പറഞ്ഞാൽ വോട്ടിടണം, അത്രേ ഉള്ളൂ. എന്തായാലും ഗ്രേസ് നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടല്ലേ? ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേ, അമീർക്കാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക. ഇതിന്റെ റൈറ്റർ ആസിഫ് ഖൈം അതിലുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാകാൻ പറ്റിയത് ആക്ച്വലി. ക്യാരക്ടർ ഞാൻ സുരാജേട്ടന്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പോൾ. ഐ മീൻ നാഗേന്ദ്രനിലെ വൈഫായിരുന്നല്ലോ, ഇപ്പൊ സിസ്റ്ററായിട്ടാണ് ഇതിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും. താങ്ക് യു വെരി മച്ച്.